കണ്ണൂർ പാനൂർ ചെണ്ടയാട് നടു റോഡിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു വിവരം വരുന്നു. രാത്രി 12:30 കൂടിയാണ് സ്ഫോടനമുണ്ടായത്. 2 തവണ സ്ഫോടന ശബ്ദം കേട്ടെന്നുള്ള കാര്യവും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, പാനൂരിലാണ്, എന്താണ് ഉണ്ടായത്? ഇന്നലെ രാത്രി ഏതാണ്ട് 12:00 കൂടിയാണ് ഈ പാനൂരിൽ ഇത്തരത്തിൽ ചെണ്ടയാടുന്ന സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടന്നത്. അത് ബോംബാണ് എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഉഗ്രശേഷിയുള്ളതല്ല എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് റോഡിലേക്കാണ് ഈ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞത്. നേരത്തെയും, അതായത് 2 ദിവസം മുമ്പും ഇതേ പരിസരത്ത് സ്ഫോടനം നടന്നിരുന്നു. അതിനു മുൻപ് ഏതാണ്ട് 1 മാസം മുൻപും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് സ്ഫോടനം നടന്നിട്ടുണ്ട്. അതിന് പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇതെന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ഇവിടെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ സംഘർഷം നടന്ന മേഖലയാണ്. പക്ഷേ അടുത്തിടെയായി വളരെ ശാന്തമാണ് ഈ പ്രദേശം. അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള റോട്ടിലാണ് ഈ സ്ഫോടനം നടന്നത്. അപ്പോൾ ആരാണ് ഇവിടെ എത്തിയത്, ആ സമയത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒരേ സമയം ഇവിടെ എത്തിയുള്ള പരിശോധന ഈ സമയം ഇപ്പോൾ തുടരുകയാണ്. ഈ വീട്ടിലുള്ളവരാണ് ഈ ശബ്ദമൊക്കെ കേട്ടത്. ആ ശബ്ദം കേട്ട സമയത്ത് 2 തവണ ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. 2 തവണ ശബ്ദം കേട്ടത്, അതായത് 2 തവണ പ്രദേശമാണോ ഇങ്ങനെ രാത്രി 12:30 ഈ സ്ഫോടന ശബ്ദം കേൾക്കുന്നത്? ആരെങ്കിലും സംശയിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ? എന്താണ് അത്തരത്തിലുള്ള വിവരങ്ങൾ? അപ്പോൾ ഇതിനെ ഏത് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയാണ്? അങ്ങനെ പാർട്ടി പ്രശ്നങ്ങൾ അവസാനമായി അവിടെ ഉണ്ടായത് എപ്പോഴാണ്? അത്തരത്തിലുള്ള വിവരങ്ങൾ ഇല്ല, അങ്ങനെ വലിയ രീതിയിൽ സംഘർഷം നടന്ന മേഖലയൊന്നുമല്ല. എന്നാൽ എല്ലാ പാർട്ടികൾക്കും സ്വാഭാവികമായും സ്വാധീനമുള്ള ഒരു മേഖലയാണ് എന്നതാണ് എല്ലാവരും പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയായിട്ട് കണക്കാക്കാൻ കഴിയില്ല ഈ പ്രദേശത്ത്. ഈ മതിലിന് മുകളിൽ നിന്നും ഈ റോട്ടിലേക്കാണ് ബോംബ് എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റോട്ടിൽ വന്ന് 2 തവണ 2 ഇടങ്ങളിലായി ഈ സ്ഫോടക വസ്തു വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുടർച്ചയായി ഇതെങ്ങനെ നടക്കുന്നു? ഇപ്പോൾ ഈ റോഡിൽ ചെറിയ പാടുകൾ കാണാം. ഈ പാടുകൾ കാണുന്ന സ്ഥലത്താണ് ബോംബ് വന്ന് വീണത്. അപ്പോൾ ഇവിടെ ടാറ് ഇളകിയത് നമുക്ക് കാണാൻ കഴിയും. ചെറിയ രീതിയിൽ ടാറ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നാണ് ഇത് പതിച്ചിട്ടുള്ളത്. അതിന് വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ സമീപവാസികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോൾ തുടർച്ചയായി ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലേ? ഇപ്പോൾ ഇത് 3ാമത്തെ തവണയാണ് ഈ കണ്ടോഞ്ചാല് പ്രദേശത്ത് സ്ഫോടനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം 3-ാം തീയതി ഉച്ചയ്ക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സ്ഫോടനം നടന്നതായിട്ട് പരിസരവാസികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ആളുകളൊക്കെ ഇവിടെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പേ ഇതേ സ്ഥലത്ത് ഇതേപോലെ ഒരു സ്ഫോടനം നടന്നിട്ട് പോലീസിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണ്. പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് നിരന്തരമായി ഈ പ്രദേശത്ത് മാത്രം സ്ഫോടനം എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ പരിഭ്രാന്തരാക്കുന്നത്. ആരാണ് ഇതിന് പിന്നിൽ? അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നേരത്തെ നടന്ന സംഭവത്തിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ശത്രുത തോന്നേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും നിലവിൽ ഇവിടെ ഇതുവരെ ഈ നടന്നതായിട്ട് അറിയില്ല. കണ്ടോഞ്ചാല് ഭാഗത്ത് ഇപ്പം അങ്ങനെയുള്ള സംഘർഷങ്ങളൊന്നും നിലവിൽ നടന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നല്ലേ? മുമ്പ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള സംഘർഷങ്ങളിൽ ചെറിയ ചെറിയ അക്രമങ്ങൾ നടന്നു എന്നല്ലാതെ ഇപ്പോൾ ഒരു അക്രമം ഒന്നുമില്ലാതെ സമാധാനമായിട്ട് പോകുന്ന ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും അതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ അടുത്തിടെയായിട്ട് ഈ സംഘർഷമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ റോട്ടിലേക്ക് എറിയുന്നത് അത് പൊട്ടിക്കുന്നു. പിന്നെ മാത്രമല്ല ഒഴിഞ്ഞ പറമ്പുകളിൽ എറിഞ്ഞു പൊട്ടിക്കുന്നു. അത്തരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ വർഷങ്ങൾക്ക് മുമ്പാണ് രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ നിലനിന്നിരുന്നത്. പക്ഷേ ഇതിപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ സ്ഫോടക വസ്തു റോട്ടിലേക്ക് എറിയുകയും അത് പൊട്ടിക്കുകയും ചെയ്തു. അതിനങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം തുടർച്ചയായിട്ട് ഈ സ്ഥലത്തുണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ അതിനെന്താണ് കാരണം, ആരാണ് അതിന് പിന്നിൽ തുടങ്ങിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാമോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പാനൂർ പോലീസ് അന്വേഷിക്കുന്നത്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒരേ സമയം ഇവിടെ എത്തിയുള്ള പരിശോധനകൾ തുടരുകയാണ്. പക്ഷേ ഈ പറയുന്ന ഉഗ്രശേഷിയുള്ള ബോംബാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ടാറിന്, അതായത് റോഡിൻ്റെ ടാറിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വലിയ പരിശോധന ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും, ഇതിപ്പോൾ കുറച്ച് കാടുകളൊക്കെ ഉള്ള മേഖലയുണ്ട്. അതായത് ബോംബാണെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാക്കാനാകുന്നുണ്ടോ ഈ നിമിഷം?
അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഉഗ്രശേഷിയുള്ള ബോംബല്ല എന്നതാണ് അവർ പറയുന്നത്. അതായത് പിന്നെ ഈ സ്റ്റീൽ ബോംബോ അല്ലെങ്കിൽ മറ്റ് വലിയ ബോംബുകളോ ഒന്നും തന്നെയല്ല, നാടൻ ബോംബ് പോലത്തെ നിസ്സാരമായ അതൊന്നാണ്. പക്ഷേ നമുക്കറിയാം ഇതിന് റോഡിൻ്റെ ടാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഉഗ്രശേഷി ഉള്ളതല്ലെങ്കിൽ കൂടി നാടൻ ബോംബ് എന്ന രീതിയിലാണ് പോലീസ് അതിനെ വിലയിരുത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചീളുകൾ അങ്ങനെയൊന്നും തന്നെ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ആണികളും കുപ്പിച്ചില്ലിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ തന്നെയാണ് ഈ ബോംബിനുള്ളിൽ അവര് ഉപയോഗിക്കുക. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ശരി ഫെലിക്സ്, എന്നാൽ 2 തവണയൊക്കെ അവിടെ സ്ഫോടന ശബ്ദം കേട്ടു. ഇവിടെ 3ാമത്തെ തവണയാണ് ഉണ്ടാകുന്നതൊക്കെ നേരത്തെ അവിടെ നിന്നുള്ള ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനത്തിൽ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് അവിടെ പാർട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ സമാധാനമാണ് കാര്യങ്ങൾ എന്നത് അവർ പറയുന്നു. പക്ഷേ ആരാണ് എന്താണ് ഉണ്ടായത് എന്നറിയേണ്ടതുണ്ട്. ഡോഗ് സ്ക്വാഡുമായി പാനൂര് ചെണ്ടയാടാണ് പോലീസ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്.